പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരിക്കാനാണ് സർവകക്ഷി യോഗം ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസാന്നിധ്യത്തിലായിരുന്നു യോഗം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള അതിർത്തിയിലെ സ്ഥിതിഗതികളും യോഗത്തിൽ ചർച്ചയായി. പ്രധാനമന്ത്രിയുടെ സന്ദേശം യോഗത്തിൽ വായിച്ചു. ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിലനിൽക്കുമെന്ന് യോഗത്തിനു ശേഷം നേതാക്കൾ പ്രതികരിച്ചു. കേന്ദ്ര നടപടികൾക്ക് പൂർണ്ണ പിന്തുണയും കോൺഗ്രസ് നൽകി. मीटिंग में जो उन्होंने कहा वो हमने सुना. देश के हित में उन्होंने कहा कि कोई चीज कॉन्फिडेंशियल है, रक्षा के विषय में हम उसको अब नहीं कह सकते हैं, ये उन्होंने कहा. तो हम सभी जितने भी पार्टी के लोग थे, सभी ने ये बताया कि इस घड़ी में, इस संकट के घड़ी में हम सब आपके साथ हैं और आप जो काम कर रहे हैं करते रहिए और देश के हित में हम आपके साथ रहेंगे. बस पीएम नहीं थे इस बैठक में. नहीं, ये तो लास्ट टाइम भी हाजिर नहीं थे, इस बार भी नहीं है. ठीक है, ये उनकी मंशा है कि वो समझते हैं पार्लियामेंट के ऊपर है, तो ठीक है, जब वक्त आएगा पूछेंगे. लेकिन अब संकट की घड़ी है, इसमें कोई हम किसी को क्रिटिसाइज नहीं करना चाहते. ധന്യവാദം. സർവകക്ഷി യോഗത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിർത്തിയിലെ നിലവിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. ജമ്മുവിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തുന്ന തുടർച്ചയായ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ 13 സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. പൂഞ്ച് സെക്ടറിലാണ് 13 പേർ മരിച്ചത്. 59 പേർക്ക് പാക് സൈന്യത്തിന്റെ വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 44 പേരും പൂഞ്ചിൽ നിന്നുള്ളവരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.